ഈ അടുത്ത കാലത്തൊന്നും കോൺഗ്രസ് ഇത്രയധികം വലിയൊരു പ്രതിഷേധങ്ങളിലേക്ക് കടന്നിട്ടേയില്ല. അല്ലെങ്കിൽ തുടക്കത്തിൽ ആവേശം പിന്നീട് കാണാനും ഉണ്ടായിട്ടില്ല. എന്നാൽ സംഗതി ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല. KSU മുതൽ യൂത്ത് കോൺഗ്രസ് അടക്കം മുതിർന്ന കോൺഗ്രസ് നിര വരെ ഒരുപോലെ തെരുവിൽ പ്രതിഷേധത്തിലാണ്. അതും ഈ സമരവും പ്രതിഷേധവും ഒക്കെ അരങ്ങേറുന്നത് ഈ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് നേരെയാണ് എന്ന് കൂടി ഓർക്കണം. മാങ്കൂട്ടം വിഷയത്തിൽ ആടി ഉലഞ്ഞിരുന്ന കോൺഗ്രസ് ഇപ്പോൾ കളം പിടിക്കുന്ന കാഴ്ചയാണ് കാണാനാവുന്നത്. ഇവിടെ VD സതീശനെ ഒറ്റുകാരനാക്കി ചിത്രീകരിച്ച് കോൺഗ്രസിൽ ചേരിതിരിവും ഭിന്നിപ്പും ഉണ്ടാക്കിക്കൊണ്ട് കോൺഗ്രസിനെ പൂട്ടാനായി നികേഷ് കുമാർ അടക്കമുള്ളവർ സൈബർ ഇടങ്ങളിൽ വലിയ പണികൾ നടത്തിയെങ്കിലും അതൊക്കെ പൊട്ടിപ്പാളീസാകുന്ന കാഴ്ച കൂടിയാണ് നമ്മളിപ്പോൾ സാക്ഷിയാവുന്നത്. കോൺഗ്രസിലെ സകല നേതാക്കളും കൈമേയും മറന്ന് പണിയെടുക്കുകയാണ്. പോലീസുകാരുടെ ആക്രമണത്തിന് ഇരയായത് മുഴുവൻ പാവപ്പെട്ട സാധാരണക്കാരാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഇന്ന് പോലീസിന് തൊപ്പിയും വടിയും കൊടുത്ത് അടിച്ചൊതുക്കാൻ ഏൽപ്പിക്കുന്ന മുഖ്യമന്ത്രിക്ക് വരെ കല്ലെറിയുന്നത് സത്യത്തിൽ സാധാരണക്കാരാണ്, കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ വരെ CPM-നെ വാഴ്ത്തിപ്പാടിയ മാധ്യമങ്ങൾക്ക് പോലും തിരിച്ചു പാടേണ്ടി വരുന്നതും മുഖ്യനെ കുറ്റം പറയേണ്ടി വരുന്നതും. ഇവിടെ വലിയ അഴിച്ചുപണിയിലേക്ക് കോൺഗ്രസ് കടക്കാനിരിക്കുന്ന ഒരു സമയം കൂടിയാണിത്. DCC പ്രസിഡന്റുമാരെയൊക്കെ ഒന്ന് അഴിച്ചുപണിക്ക് വിധേയരാക്കിക്കൊണ്ട് കെട്ടുറപ്പുള്ള ഒരു കോൺഗ്രസ് നിരയെ പടുത്തുയർത്താനാണ് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ കഴിവുകൾ തെളിയിക്കുകയാണ് ഇപ്പോൾ ഓരോ നേതാക്കളും. അവിടെയാണ് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് തെരുവിൽ ആളെക്കുട്ടി പോലീസിനെ കല്ലെറിയുന്നത്. ആ രംഗങ്ങൾ ഒന്ന് കാണാം. ഇപ്പൊ എന്റെ മുഖത്താണ് അടിക്കുന്നതെങ്കിൽ ഞാൻ തിരിച്ച് രണ്ടടി അങ്ങോട്ട് കൊടുക്കും. ഏത് പോലീസ് ഉദ്യോഗസ്ഥനെ മുഖത്തടിക്കാനുള്ള അവസരം പോലീസുകാർ പറയുന്നത്, പോലീസ് സേനയിൽ 3-4 ആളുകൾ ഇത്തരത്തിൽ കുറ്റം ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്നുള്ളതാണ് റേഞ്ച് IG ഹരിശങ്കർ പറഞ്ഞത്. ഹരിശങ്കറോട് ഞങ്ങൾ പറയുന്നു, എന്റെ പൊന്ന് ഹരിശങ്കറിന്റെ വീട്ടിൽ എല്ലാ മാസവും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വാങ്ങിക്കുന്നത് ഞങ്ങൾ തരുന്ന പണം കൊണ്ടാണ്, അല്ലേ? ഞങ്ങൾ തരുന്ന നികുതി പണം കൊണ്ടാണ്. ആ നികുതി പണം വാങ്ങുന്ന ഹരിശങ്കറിനെ പോലെയുള്ള ഉദ്യോഗസ്ഥന്മാർ ഈ 4-5 പോലീസുകാരെ നിലക്ക് നിർത്താൻ കഴിയുന്നില്ലെങ്കിൽ ഹരിശങ്കർ ഈ പണി അവസാനിപ്പിക്കുന്നതാണ് നല്ലത്, അല്ലേ? ഹരിശങ്കറിനെ പോലെയുള്ള IG-മാർ ഈ പണി അവസാനിപ്പിച്ച് വേറെ വല്ല പണിക്കും പോകണം. ഈ നാട്ടിൽ എന്തോരം പണിയുണ്ട്. ക്ഷൗരപ്പണി ചെയ്താലും കാശ് കിട്ടൂലേ? അപ്പൊ ആ പണിക്ക് പോകണം. അല്ലാതെ ഹരിശങ്കറിനെ പോലെയുള്ള ആളുകൾ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ന്യായീകരിക്കുകയല്ല. ഈ വീഡിയോ കണ്ടിട്ട് മനസാക്ഷി ഇല്ലാത്ത ഉദ്യോഗസ്ഥന്മാരെ മനുഷ്യരെ പോലെ പിണറായി വിജയനെ പോലെ പെരുമാറുകയല്ല ഹരിശങ്കർ വേണ്ടത്, നടപടിയെടുക്കുകയാണ് വേണ്ടത്. പിണറായി വിജയൻ എന്ന് പറയുന്ന ഭരണാധികാരി ഇതൊക്കെ കണ്ടിട്ടും കമ എന്നൊരക്ഷരം ഇതുവരെ മിണ്ടിയിട്ടില്ലല്ലോ. ഈ സമയം വരെ മിണ്ടിയിട്ടില്ല. പിണറായി വിജയന്റെ മകൾക്കെതിരായും മകനെതിരായും അഴിമതി കേസുകൾ വന്നു. എത്ര താല്പര്യമാണ്, എത്ര കോടതിയിൽ പോയി, എത്ര സ്ഥലത്ത് പോയി. പിണറായി വിജയന്റെ മകനെയും മകളെയും രക്ഷിക്കാനായി എത്ര കോടതിയിൽ, കർണാടകയിൽ എല്ലായിടത്തും പോയി. ആ കേസുകളെല്ലാം തീർപ്പാക്കാൻ ഡൽഹിയിൽ നിന്ന് അഭിഭാഷകരെ കൊണ്ടുവരുന്നു. സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് പണം ചെലവഴിക്കുന്നു. കോടാനുകോടി രൂപ അഴിമതി നടത്തിയതിന്റെ പേരിലാണ് ഈ പാവപ്പെട്ട റോഡ് സൈഡിൽ നിന്ന ഈ ആളുകൾ എന്ത് തെറ്റാ ചെയ്തത്? അപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ ക്രൂരനായ ഭരണാധികാരി, അദ്ദേഹത്തിന് ഇതൊന്നും ഒരു പ്രശ്നമല്ല. നാട്ടിലെ ജനങ്ങളെ തല്ലിക്കൊല്ലുന്നതോ പോലീസ് സ്റ്റേഷനിൽ ഇടിക്കുന്നതോ ഉരുട്ടിക്കൊല്ലുന്നതോ ഇതൊന്നും പിണറായി വിജയൻ എന്ന് പറയുന്ന ഭരണാധികാരിക്ക് ഒരു പ്രശ്നമല്ല. സ്വന്തം മകൾക്കും സ്വന്തം മകനുമെതിരായി ഒരു കേസ് വന്നാൽ മാത്രമാണ് ഇദ്ദേഹത്തിന്, അപ്പോഴാണ് മനസ്സുണ്ടാവുകയുള്ളൂ, മനസാക്ഷി ഉണ്ടാവുകയുള്ളൂ, അപ്പോഴാണ് വേദന ഉണ്ടാവുകയുള്ളൂ. പിണറായി വിജയ, നിങ്ങളും ഈ നാട്ടിലെ ഒരു ജനപ്രതിനിധിയും ഒരു മുഖ്യമന്ത്രിയുമാണ്, ഒരു സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ്. ഈ നാട്ടിലെ പൗരന്മാർ ഈ ആധുനിക കാലഘട്ടത്തിൽ ജനപ്രതിനിധികളായിട്ടുള്ള ഈ ഭരണാധികാരികളെ വിശ്വസിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. സ്വന്തം കുടുംബത്തെ മാത്രം സംരക്ഷിക്കുകയുള്ളൂ എന്ന് പിണറായി വിജയൻ നിലപാടെടുത്താൽ ആ പിണറായി വിജയനെയും കുടുംബത്തെയും അഴിമതി കേസിൽപ്പെടുത്തി ജയിലിൽ അടക്കാനുള്ള കരുത്ത് കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എന്ന് വരും നാളുകളിൽ പിണറായി വിജയൻ മനസ്സിലാക്കും. ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ മക്കൾക്ക് ഇവിടെ ജീവിക്കണ്ടേ? ആ മനസാക്ഷി കാണിക്കണ്ടേ? ആ മനസാക്ഷിയുള്ള ഒരു ഭരണാധികാരിയാണ് പിണറായി വിജയൻ എന്നുണ്ടെങ്കിൽ എത്രയോ നേരത്തെ ഈ ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തേനെ. ഈ 2.5 വർഷക്കാലം ഈ CCTV ദൃശ്യങ്ങൾ വരെ കാത്തു നിൽക്കേണ്ട സമയമുണ്ടായിരുന്നു. ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരും പിണറായി വിജയനെ പോലെയാണ്. ഹരിശങ്കറിനെ പോലെ ഉദ്യോഗസ്ഥന്മാർ
DGP രമദാ ചന്ദ്രശേഖരെ പോലെയുള്ള ഉദ്യോഗസ്ഥന്മാർ പിണറായി വിജയനെ പോലെയാണ്. ക്രൂരമായ മനസാക്ഷി ഇല്ലാത്ത ആളുകളാണ്, ക്രൂരന്മാരാണ്. എത്ര സ്റ്റേഷനുകളിലെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നാൽ ഈ പോലീസുകാർക്ക് പിന്നെ പുറത്തിറങ്ങാൻ സാധിക്കൂ? ഇപ്പൊ 2-3 സ്റ്റേഷനിലെ വന്നല്ലോ, PG സ്റ്റേഷനിലെ വന്നല്ലോ. ഈ കടവന്ത്ര SHO ആയ രതീഷ് ഒരാളുടെ മുഖത്തടിക്കുന്നത്, ഒരു മനുഷ്യന്റെ മുഖത്തടിക്കുന്നത് കണ്ടില്ലേ? എത്ര ക്രൂരമായിട്ടാണ് മുഖത്തടിക്കുന്നത്. ആരാണ് മുഖത്തടിക്കാനുള്ള അവകാശം പോലീസുകാർക്ക് കൊടുത്തത്? IPC-യിലും CRPC-യിലും ഇപ്പൊ പുതിയ നിയമത്തിലുമൊക്കെ മുഖത്തടിക്കാൻ നിങ്ങൾക്ക് ആരാ അവകാശം തന്നത്? ഇപ്പൊ എന്റെ മുഖത്താണ് അടിക്കുന്നതെങ്കിൽ ഞാൻ തിരിച്ച് 2 അടി അങ്ങോട്ട് കൊടുക്കും. ഏത് പോലീസ് ഉദ്യോഗസ്ഥനെ മുഖത്തടിക്കാനുള്ള അവസരം പോലീസ് സേന നൽകിയിട്ടുള്ളത്? കേരള പോലീസ് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ കേരളത്തിലെ സർക്കാർ പറഞ്ഞിട്ടുണ്ടോ റോട്ടിൽ നിൽക്കുന്നവന്റെ മുഖത്തടിക്കണമെന്ന്? നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് ഇവനെ പോലുള്ള ഈ തെമ്മാടികൾക്ക് വന്ന് മുഖത്തടിക്കാനാണ് നിന്നു കൊടുക്കുന്നതെങ്കിൽ ഒരു സംശയവും വേണ്ട, ഒരു പോലീസുകാരനും ഈ നാട്ടിൽ ഈ പോലീസ് ജീപ്പിൽ നിരത്തിലിറങ്ങി നടക്കില്ല എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കിക്കോ. നിരത്തിലിറങ്ങി